പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനൊരു കൂട്ടായ്മയിൽ കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ ലൂമിനസ് ലീഡർഷിപ്പ് സെമിനാറിനോട് അനുബന്ധിച്ച് ഇവിടെ കടന്നു വരാൻ കർത്താവ് അടികൾക്ക് ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷയായിരിക്കുന്ന പ്രിയ ദേവദാസി അനമ തോമസ്, അതോടൊപ്പം തന്നെ നല്ലൊരു സന്ദേശം നമുക്ക് പകർന്നു തന്ന് എനിക്ക് തോന്നുന്നു ഈ തീമിനോടനുബന്ധിച്ച് അതിൻ്റെ എല്ലാ അന്തസ്സതയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ചിന്തയിട്ട് തന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ച പ്രിയ ദേവദാസൻ പാസ്റ്റർ കെ എം പൗലോസ് അവരുകൾ, അതോടൊപ്പം തന്നെ എനിക്ക് മുമ്പായി ആശംസ അറിയിച്ച എം കെ മോഹൻ പാസ്റ്റർ, അതോടൊപ്പം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ, എല്ലാ ദൈവമക്കളും, പ്രത്യേകിച്ച് എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിന്റെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ സംഗീത ശുശ്രൂഷിക്കുന്ന നേതൃത്വം, പ്രത്യേകിച്ച് അലക്സ, എല്ലാവരോടും ഒരുമിച്ച് ഇവിടെ ഒരു ആയിരിക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കിയതിനായിട്ട് സ്തുതിക്കുന്നു. എന്നോട് ഇതൊരു സെമിനാറാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ അതൊന്നും വിചാരിക്കരുത്. നമ്മൾ ഒരുമിച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ പോവാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മുടെ മീറ്റിങ്ങിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ പ്രായം നോക്കുമ്പോൾ നിങ്ങളെക്കാൾ ഒത്തിരി പ്രായം കുറവും പക്വതകൾ കുറവുള്ളവരും അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ അത്ര ഒരു പാരമ്പര്യം ഒന്നും ചിലപ്പോൾ എനിക്ക് പറയാനുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഏതെങ്കിലും വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. നമ്മൾ ഒരുമിച്ച് കർത്താവിൽ ഒരുമിച്ച് വളരാനും ഒരുമിച്ച് പണിയപ്പെടാനും കർത്താവ് സഹായിക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ പറയുന്നത്. ഈ പറയുന്ന എന്നോട് കൂടെയുള്ള ദൈവിക സന്ദേശമായി ഞാൻ ഈ കാര്യങ്ങളെ എടുക്കുന്നു. കർത്താവ് നമ്മളെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ തന്നെ വായിക്കാം, കാരണം മൈക്ക് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാനുള്ള രീതിയിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, പുറത്ത് നല്ല മഴയുണ്ട്. നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നനച്ചിട്ട തുണി ദൈവമേ എല്ലാം നനഞ്ഞു പോവല്ലോ. നാളെ ഞായറാഴ്ചയാണ്, ഇവിടുന്ന് താമസിച്ചു പോയാൽ മഴയാണ്, വണ്ടി കിട്ടാൻ താമസിക്കും, നാളത്തെ ആഹാരം എങ്ങനെ കുക്കിയും, ഇങ്ങനെയുള്ള പലവിധ ചിന്തയും. പിള്ളേർ ഇപ്പം അവധിയാണ്, പിള്ളേർ വീട്ടിലുള്ള എന്തൊക്കെ ഒപ്പിച്ച് കാണും എന്നുള്ള ചിന്തയിലൊന്നും ആരും ഇരിക്കരുത്. ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമുക്കായിരിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കും ആകുന്നു. ഈ ഒരു വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഡേഴ്സ് സെമിനാറിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഈ ഭാഗത്തിൽ നിന്നാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്തെ 3ആയിട്ട് തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആരാണ്? ലീഡേഴ്സ് എന്നുള്ള ബന്ധത്തിൽ നമ്മൾ ആരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമതായിട്ട്, ഈ ഒരു ചുമതല നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കുന്നത്, ഏത് രീതിയിലാണ് നിർവഹിക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്താണ്, ഒരു ലീഡർ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണ്, ഇതെങ്ങനെ നമ്മൾ ചെയ്യും, ഇതെന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമായിട്ടായിരിക്കും നമ്മൾ കുറച്ചു നേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു ചിന്ത, നമ്മൾ ആരാണ്? ചിലരെ അപ്പോസ്തലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാർ, ചിലരെ സുവിശേഷകന്മാർ, ചിലരെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ പല കാറ്റഗറിയിൽ ദൈവത്തിന്റെ സഭയിലുള്ളവരെ തിരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഒരേ ശരീരത്തിന്റെ, ഈ 13-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനവിന് ആകുന്നു. അപ്പം ദൈവസഭ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദൈവസഭയിൽ വന്നുകൂടുന്ന കുറച്ചു പേരുടെ കാര്യമല്ല. യേശു കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെ കുറിച്ചും ദൈവത്തിന് വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അത് ചിലരെ കുറിച്ച് അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അങ്ങനെ പല റോൾസ് ആയിരിക്കും.
ദൈവം കൊടുത്തിരിക്കുന്നത്, ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവമാണ് നിയമിച്ച് ആക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്താ? എന്നെ കൊണ്ട് പറ്റത്തില്ല. മടിയാണ് നമ്മുടെ ആദ്യത്തെ എതിരാളി. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊരു തോന്നൽ. പക്ഷെ ഞാനൊരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ദൈവഹിതം അനുസരിച്ച് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ സ്വന്തമായിട്ട് ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രയത്നമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് നേതാവാകണം എന്ന് വെച്ച് നമ്മളൊരു കാര്യവും ചെയ്യാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് നമ്മൾ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അത് ദൈവം നമ്മളെ നിയമിച്ചാക്കുന്നതാണ്. മനുഷ്യനായിട്ട് നിയമിച്ചാക്കിയാൽ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് എനിക്ക് നേതാവാകണം എന്നുള്ളത് കൊണ്ട് ഞാൻ പല കുറുക്കുവഴി ഉപയോഗിച്ചാൽ അവിടെ ദൈവഹിതം ഉണ്ടാകത്തില്ല. അപ്പം ദൈവം അപ്പോയിന്റ് ചെയ്ത ആളുകൾ ദൈവഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും. അപ്പൊ ഒരു ലീഡർ എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും. അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവഹിതത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലീഡർ ആണെങ്കിൽ ആ ലീഡറിന് സ്വന്തം ഇഷ്ടങ്ങളില്ല, സ്വന്തം താല്പര്യങ്ങളില്ല, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു ലീഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഈ പാത്രത്തിന്റെ ഉപമയല്ലേ എല്ലാവർക്കും അറിയാം. കുശവൻ കളിമണ്ണ് പാത്രം ഉണ്ടാക്കുന്നു. ഈ പാത്രം തീരുമാനിക്കുകയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉണ്ടായിക്കോളാം. പക്ഷെ കുശവൻ ഉണ്ടാക്കുന്നത് എന്തിനാ? അതിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട്. നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ചെരുവത്തിൽ ആരും ചായ ഉണ്ടാക്കാറില്ല അല്ലേ? സ്പൂൺ കൊണ്ട് സാമ്പാർ പോരാറില്ല. കാരണം എന്താ? ഓരോ പാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ജോലിയുണ്ട്. നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അടുക്കളയിൽ നമ്മുടെ ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഒരു കുശവൻ ഉണ്ടാക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചാൽ ഒരേപോലെ സാധനങ്ങളല്ല ഒരു കുശവൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ഒരു കാര്യമുണ്ട്. അതേ അനുസരിച്ച് നമ്മളൊരു ചാനലായിട്ട് നിൽക്കുക, ഒരു പാത്രമായിട്ട് നിൽക്കുക. അവിടെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നിറച്ചിട്ട് പിന്നെ ദൈവത്തിന് നിറയ്ക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അതിനകത്ത് സാധനങ്ങൾ ഇനി വെക്കാൻ സ്ഥലമില്ലാതായിട്ട്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രിയ ദൈവങ്ങളോട് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് നിങ്ങൾ ഉറപ്പുണ്ട്, കർത്താവ് നിങ്ങളെ ഒരു സ്ഥാനത്താക്കിയെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വിശ്വസ്തരായിരിക്കുക. മനുഷ്യരുടെ വാക്കുകൊണ്ട് അവിടെ പതറിപ്പോകരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ തളർന്നു പോകരുത്. നിങ്ങൾ ദൈവഹിതത്തിനാണ് പൂർണ്ണമായി അവിടെ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ കർത്താവ് തന്നെ വേലയെ നിവർത്തിക്കും. അങ്ങനെ അവിടെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, എനിക്ക് കഴിവില്ല, കഴിവുള്ള പലരും ഉണ്ടായിരുന്നല്ലോ, ഞാൻ എന്തിനാ എന്നൊരു ചിന്ത അവിടെ ഉണ്ടാവും. ഒരിക്കലും നമ്മുടെ കഴിവ് കണ്ടിട്ടല്ല കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുകയാണ്, എനിക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവാണ്, ഞാൻ അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം അവന് കഴിവുണ്ടല്ലോ, അവൻ ചെയ്യട്ടെ, അല്ല അവള് ചെയ്തുകൊള്ളൂ, കഴിവല്ലേ എന്ന് ദൈവം പറയും. പക്ഷെ എനിക്ക് കഴിവില്ല എന്ന് ഞാൻ ദൈവസന്നിധി താഴ്ന്നു കൊടുക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നത്. അപ്പം നമ്മുടെ കഴിവുകൾ കൊണ്ടോ ആരെങ്കിലും പറയുമോ അവർക്ക് കഴിവില്ല, മറ്റാരെങ്കിലും ഏൽപ്പിക്കാന്ന് പറയും. പക്ഷെ ദൈവം നോക്കുന്നത് കഴിവല്ല, വിശ്വസ്തതയാണ്. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് ഉളയ്ക്കുന്ന നീതി, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമുക്കുള്ള നീതി തന്നിരിക്കും. അപ്പം മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് ഭാരപ്പെട്ട് തളർന്നു പോകരുത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ചിന്ത നമുക്ക് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇതും ലീഡറും തമ്മിൽ എന്താ ബന്ധമെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ? ഞാനിപ്പം എൻ്റെ ഹൃദയം, ഇപ്പം ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഹൃദയമാണെന്ന് വിചാരിച്ചു. ഞാൻ പറയാം, ഇന്ന് ഞാൻ ഹൃദയത്തിന്റെ പണി ചെയ്യുന്നില്ല, ഇനി ഞാൻ കണ്ണിന്റെ ജോലിയൊക്കെ ചെയ്തു നോക്കാം എന്ന് വിചാരിക്കുകയാണ്. അവിടെ എന്താ പ്രത്യേകത? ഹൃദയത്തിന്റെ പ്രവർത്തന ഹൃദയോട്ട് ചെയ്യുന്നുമില്ല. ഹൃദയത്തിന് പറ്റാത്തൊരു പണിയാണ് കണ്ണിന്റെ പരിപാടി. കണ്ണിന്റെ പരിപാടി കണ്ണിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ അവിടെ പ്രശ്നം വരുന്നേ? എന്റെ ജോലി ഞാനൊട്ട് ചെയ്യുന്നുമില്ല, മറ്റേ ആളുടെ ജോലി എനിക്കൊട്ട് ചെയ്യാൻ പറ്റുന്നതും അല്ല. അവിടെ കുറവുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കർത്താവ് നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമാക്കി വെച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കർത്താവെ ഒരു ദൈവസഭയിൽ ഒരു കുടുംബത്തിൽ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താ? ഞാൻ ഏത് അവസ്ഥയിലായിരിക്കാനാ കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ അവസ്ഥയിലായിത്തീരാൻ എന്നെ സഹായിക്കണം. നമ്മളിപ്പം ഇവിടെ പാട്ട് പാടുന്ന ഒരാളെ കണ്ടിട്ടു, എനിക്ക് പാട്ട് പാടാൻ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കർത്താവ് നമ്മൾ ഉദ്ദേശിച്ചത് അതിനായിരിക്കത്തില്ല. നമ്മൾ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നമ്മൾ മറന്നു പോവുക. ഓരോ ദിവസവും പ്രാർത്ഥിക്കുക,
വിശ്വസ്തയോടെ ചെയ്യാൻ. പലരും പല താലന്തുകളാണ്. ഹൃദയത്തിന്റെ പണി ചെയ്താൽ അതിന്റെ പണി മാത്രമേ അത് ചെയ്യാവുള്ളൂ. അത് ചെയ്യുമ്പോൾ കണ്ണിന്റെ ജോലി ചെയ്തോളും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ ശരീരം പൂർണ്ണമാകത്തുള്ളൂ. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക. അതുകൊണ്ട് ഒരു അവയവമാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ശരീരത്തിലെ ഒരു അവയവവും ചെറുതല്ല, വില കുറഞ്ഞതല്ല ആണെന്ന് തോന്നുന്നുണ്ടോ? കണ്ണ് കുഞ്ഞതല്ലേ, എന്നാ ഒരു കണ്ണ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? മൂക്കിന്റെ ഒരു ദ്വാരം, ഈ ഇത്രയ്ക്കും പോകുന്ന ദ്വാരമല്ലേ, ഒന്ന് അടച്ചു വെച്ചേക്കാന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ അവയവങ്ങൾക്കും, ചെറിയ വിരൽ അല്ലെ, കാലിന്റെ ഏറ്റവും ചെറിയ വിരൽ, നമ്മൾ ഈ ചെറിയ വിരലൊന്ന് തട്ടി എന്തോ വേദന, ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞാൽ വേദന എടുക്കുമോ? നമ്മൾ കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കണമെങ്കിൽ ഈ ചെറിയ വിരലും കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഒന്നും ചെറുതല്ല, ഒന്നും വലുതുമല്ല, എല്ലാം ദൈവസന്നിധി ഒറ്റ ശരീരത്തിന്റെ അവയവമാണ്. നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണല്ല ആദ്യം നോക്കുന്നത്, ഒരു ശരീരമായിട്ടാണ് നോക്കുന്നത്. അപ്പൊ കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, നമ്മുടെ ദൈവസഭകളെ നോക്കുമ്പോൾ അത് പൂർണ്ണതയുള്ളതൊരു ശരീരമായി തീരണം. അതിന് നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം. അടുത്തതായിട്ട് കർത്താവ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം എനിക്ക് അനുഗ്രഹങ്ങളൊന്നും തന്നിട്ടില്ല, കൃപാവരമൊന്നും തന്നിട്ടില്ല അല്ലെ. ഒരു ലീഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചിന്ത ഒത്തിരി കൃപാവര പ്രാപ്തരായിട്ടുള്ള ആൾക്കാരോ സംസാരിക്കാൻ കഴിവുള്ളവരോ ഇങ്ങനെയൊക്കെയല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെയാണ് ദൈവത്തിന്റെ ദാനം. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ സ്ഥാനത്ത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ അല്ലെ. മനുഷ്യനെ കൊണ്ട് പലതും റീപ്ലേസ് ചെയ്യാൻ, ഇപ്പം റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പല കാര്യങ്ങളും വരുന്നുണ്ട് ഭൂമി. പക്ഷെ മനുഷ്യനും പകരം വെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഒരു സമൂഹത്തിൽ, ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ദാനം. നമ്മൾ അവിടെ കർത്താവിനോട് പറയാൻ, എനിക്ക് താലന്തുകളൊന്നും ഇല്ല എന്നല്ല പറയേണ്ടത്, എന്നെയാണ് ദൈവം താലന്താക്കി അവിടെ വെച്ചിരിക്കുന്നത്. എന്റെ റോള് ഞാൻ ചെയ്യുമ്പോൾ എന്റെ താലന്ത് ഞാൻ അവിടെ വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ തന്നെ നമ്മൾ കുറച്ച് കാണരുത്. ദൈവത്തോട് പരാതികൾ പറയരുത്, എനിക്കൊന്നും ഇല്ല, എനിക്കൊന്നും തന്നിട്ടില്ല എന്നല്ല. എന്നെ വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ചതിനാൽ ദൈവമേ നന്ദി എന്ന് പറയാൻ നമുക്ക് പറ്റണം. നമ്മൾ ആ പാപത്തിന്റെ ചേറ്റിലായിരുന്നു നമ്മളെ വിശദീകരിച്ച് ദൈവം ഒരു നല്ല ദാനമാക്കി തീർത്തെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ലീഡർ ചിന്തിക്കരുത് എനിക്കൊന്നും ഇല്ലെന്ന് ചിന്തിക്കരുത്. എനിക്ക് ദൈവം തന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താ? അത് ഞാൻ തന്നെയാണ് അല്ലെ. ഒരു വിശുദ്ധീകരണം പ്രാപിച്ച, പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച എന്നെ പലർക്കും ദൈവം ഗിഫ്റ്റ് ആക്കി വെച്ചേക്കുക അല്ലെ. പലപ്പോഴും ചിലര് ഈ ശ്രദ്ധിക്കാറില്ലേ, ഒരു സങ്കടം വരുമ്പോ ഒരു റോബോട്ടിനെ കൊണ്ടിരിക്കുന്ന വിഷമം മാറുമോ? ഇല്ല. അവിടെ ഒരു മനുഷ്യന്റെ തോള് തന്നെ വേണം അല്ലെ. ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യന്റെ വാക്ക് തന്നെ വേണം. ആ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനാണ് അല്ലെ. ഒരാൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുന്നു, അത് നികത്താൻ മറ്റാർക്കും പറ്റത്തില്ല. കാരണം ഒരു വ്യക്തിയുടെ ഗിഫ്റ്റ് മറ്റൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഒരു ലീഡർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിശ്വസിക്കാൻ, നമ്മൾ ഓരോരുത്തരും ആരുടെയൊക്കെയോ ഗിഫ്റ്റുകളാണ് അല്ലെ. ആരൊക്കെയോ പ്രതീക്ഷിക്കുന്ന, ആരൊക്കെയോ പ്രാർത്ഥിക്കുന്ന, ആരൊക്കെയോ ആഗ്രഹിക്കുന്ന നന്മകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ ഒരു ഞാൻ സ്പെസിഫിക്കലി ഈ കാര്യം പറയാം. ചിലരൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവർക്കുള്ളതാ, ഞാൻ ജസ്റ്റ് ചുമ്മാ വന്നങ്ങ് പോയാൽ മതിയല്ലോ, എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല നമ്മൾ ചിന്തിക്കാൻ. അങ്ങനെയല്ല. നമ്മളെ എല്ലാവരെയും കുറിച്ചും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. ഇത് ചിലർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവിന്റെ കൂടെ ശിഷ്യന്മാര് മാത്രമല്ലായിരുന്നു, 500ഓളം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാളിക മുറിയിൽ കൂടിയിരുന്ന എത്ര പേരായിരുന്നു? 120 പേര്. അപ്പം ഇവർക്ക് എല്ലാവർക്കുമായിട്ട് കർത്താവ് കൊടുത്തൊരു സന്ദേശമാണ്, നിങ്ങൾ ഭൂമിയിൽ എല്ലായിടത്തും പോയി എന്റെ സാക്ഷികളാണ്. അപ്പം ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു നേതൃസ്ഥാനത്ത് തെരഞ്ഞെടുത്തിരിക്കുന്ന സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ സഭയിലെ പാസ്റ്ററിനോ മാത്രമുള്ളതല്ല. കർത്താവിനെ അറിയാവുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഈ ലീഡർഷിപ്പ് എന്നുള്ളത്. അതൊരു നേതൃസ്ഥാനത്തേക്ക് വരണമെന്നില്ല. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വളരെ വേഗത്തിൽ ഇതാണ് ഒരു ലീഡറിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഒന്നാമതായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ലീഡർ എന്ന് പറയുന്നത്. ഒരു ശരീരത്തിന്റെ ഒരു അവയവം ആണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരുമാണ് ഗിഫ്റ്റുകൾ അല്ലെ. നമ്മൾ ഗിഫ്റ്റുകൾ ആഗ്രഹിക്കും, പക്ഷെ നമ്മളാണ് പലർക്കും
ഗിഫ്റ്റുകൾ. ഒരു ലീഡർ ഒരു നല്ല ഗിഫ്റ്റ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജോലികളുണ്ട് അല്ലെ, നമ്മളായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാവരും ചെയ്യേണ്ടുന്ന കാര്യമാണ്, കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല, ഇത് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ആ ഒരു സെഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ കാര്യം എന്തായാലും ഇതെങ്ങനെ ചെയ്യണം. നമ്മുടെ പാസ്റ്ററുകള് ആശംസ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിളക്കിന്റെ കരിന്തിരിയെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പം ഇനിയുള്ള സെഷന് ഇനിയൊരു കുറച്ച് സമയം നമ്മൾ ഈ കരിന്തിരി മുറിച്ച് കളയാൻ പോവാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഈ കരിന്തിരികളുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില ആൾക്കാരുടെ മുഖം ഓടി വരും, പല കാര്യങ്ങൾ പറയും. ഇത് ആ വ്യക്തി ഇങ്ങനെയാണല്ലോ, ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഞാൻ ഇന്ന് ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാൻ പോവാ. ഞാൻ ഇങ്ങനെയാണോ, ഞാനൊരു ലീഡറാണോ, എനിക്കതിലൊരു ക്വാളിറ്റി ഇപ്പം ആയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകും. ഒരു മാനസാന്തരത്തിന്റെ ഫലം നമുക്ക് എപ്പോഴും വേണം. നമ്മളെപ്പോഴും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഉണരാൻ പോവാണ്. അപ്പം നമ്മൾ ഈ കരിന്തിരികളൊന്ന് മുറിക്കാൻ പോവാണ്. എല്ലാവരും ആ ഒരു ആറ്റിറ്റ്യൂഡോടെ വേണമായിരിക്കും. കർത്താവേ, എൻ്റെ ജീവിതം എന്നെ കാണിച്ചു തരണം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ എനിക്കത് ബോധ്യപ്പെടുത്തി തരണേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. പലപ്പോഴും ഇതൊരു തിയറി ആയിട്ട് നമുക്ക് തോന്നും, കുറച്ച് ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണെന്ന് തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. കർത്താവ് എല്ലാവരോടും സംസാരിക്കട്ടെ. ഇതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐക്യതയുള്ളവരായിരിക്കണം. ഞാൻ ഈ 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളുടെ ബേസ് ചെയ്ത് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ വാക്യം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങളും റോമാലേഖനം 12-ാം അധ്യായം 13-ാം അധ്യായം ഈ ഗലാത്യ ലേഖനങ്ങളിലെല്ലാം പൗലോസിന്റെ ഈ ലേഖനങ്ങളിലും പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോഴെല്ലാം ഈ ഇതേ കാര്യങ്ങളെ പറ്റി വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ഐക്യതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കുടുംബത്തിലായിക്കോട്ടെ, ഒരു സമൂഹത്തിലായിക്കോട്ടെ, ഒരു ദൈവസഭയിലായിക്കോട്ടെ, നമുക്ക് പലപ്പോഴും ഐക്യത എന്നുള്ളൊരു മനോഭാവമുണ്ടോ? ഒരു ലീഡർ എന്നുള്ള നിലയിൽ ഒരു ഐക്യതാ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം ഒരാളൊരു അഭിപ്രായം പറയുക, അത് പറ്റത്തില്ല, എൻ്റെ അഭിപ്രായം മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ, ഈ ഒരു ചിന്തയാണെങ്കിൽ അവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിനിടമില്ല, ദൈവഹിതത്തിനിടമില്ല. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടമുണ്ട് കർത്താവ്, പക്ഷെ ദൈവഹിതം നടക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്ന, എല്ലാവരെയും ഐക്യതയോടെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ? ശരിയാണ്, മാനസികമായിട്ട് ചില കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പോഴും എൻ്റേതാണ് മികച്ചതെന്ന് വെച്ച് ബാക്കി എല്ലാവരെയും താഴ്ത്തി സംസാരിക്കുമോ? അങ്ങനെയല്ല, ഒരു ഐക്യതയോടെ മുന്നേറാൻ നമുക്ക് കഴിയണം. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഐക്യമത്യപ്പെടണം, ഏക മനസ്സുള്ളവരായിരിക്കണം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം എന്നൊക്കെ ദൈവവചനം നമ്മളെ പറയുന്നത്. അപ്പം പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും, പക്ഷെ അവിടെയും ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊരു ചാനലായി തീരും. എന്തായിത്തീരും? ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ ദൈവഹിതം നടക്കും, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹിതമേ നടക്കത്തുള്ളൂ അല്ലേ? അവിടെ ഐക്യതയില്ലെങ്കിൽ ഒരു ഭൂരിഭാഗം പറയുന്ന കാര്യങ്ങളത് നടക്കും. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരു ഐക്യത നമ്മുടെ ഇടയിൽ വേണം. അടുത്തത് പരസ്പര ബഹുമാനമാണ്. അടുത്തത് എന്താണ്? പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനം. നമ്മൾക്ക് ഞാനൊരു ലീഡർഷിപ്പ് സ്ഥാനത്ത് വന്നു, ഞാനിനി അവരെ ബഹുമാനിക്കേണ്ടെന്ന കാര്യം എനിക്ക് ഉണ്ടോ എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പക്ഷെ ദൈവവചനം പറയാണ്, നിങ്ങളും അന്യോന്യം ബഹുമാനിക്കണം. അവരെന്നെ വന്ന് ബഹുമാനിച്ചിട്ട് ഞാൻ തിരിച്ച്, അങ്ങനെയല്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് മറ്റുള്ളവരെക്കാൾ പ്രായം കൂടുതൽ കാണും, പക്ഷെ എന്നാലും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കാൻ തയ്യാറാണ്. അതൊരു അഭിനയമായി തീരരുത്. നമ്മുടെ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് പാടില്ലാത്തൊരു കാര്യമാണ് അഭിനയങ്ങൾ. നമ്മൾ ചിലപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാം അല്ലെ, പക്ഷെ നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിലും ദൈവസന്നിധിയിലും ആ മുഖംമൂടികൾക്കൊരു സ്ഥാനമില്ല അല്ലെ. നമുക്ക് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മനസാക്ഷിയിൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ ദൈവമക്കളെ നമ്മൾ അവിടെ തെറ്റിപ്പോയി. അപ്പം പരസ്പരം ഒരു ബഹുമാനം വളരെ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് താഴ്മ അല്ലെ. മറ്റുള്ളവരെ തന്നേക്കാൾ
ശ്രേഷ്ഠനെന്ന് അല്ലേ? നമ്മളെ കണ്ടവര് ചെയ്യണം. ചിലപ്പോൾ ഒരു നല്ലൊരു ഗ്രൂപ്പിന്റെ ഒരു ക്വാളിറ്റി, ആ ലീഡർ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ലീഡർ ഓരോ കസേരയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്, ബാക്കി എല്ലാവരും ചെയ്തോട്ടെ എന്ന് വെച്ചിരുന്നാൽ ആരും ഒന്നും ചെയ്യത്തില്ല. അവരൊരു ഡയറക്ഷൻ ഇല്ല അല്ലേ? ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തെരപ്പാര നടക്കും. പക്ഷെ ഒരു ലീഡർ ഒരു കാര്യം ചെയ്ത് കാണിക്കുവാണെങ്കിൽ ആ കാര്യങ്ങൾ തന്നെ അനുയായികൾ നന്നായിട്ട് ചെയ്യും. അപ്പം നമ്മൾ ചെയ്ത് കാണിക്കുക താഴ്മയുള്ളവരായിരിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് അവരെ കാണുമ്പോൾ ഞാൻ താഴ്മിച്ചിട്ട് അഭിനയിച്ചേക്കാം, അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ താന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിലപ്പോൾ അല്ലേ, നമ്മുടെ ഈഗോ, അവരുടെ മുമ്പിൽ ഞാൻ താന്ന് ഞാൻ മോശമല്ലേ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. പക്ഷെ ഈ മോശം ചിന്ത എവിടെ നിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ ശരിക്കും മാനസാന്തരം വരാത്തത് കൊണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമോ? അല്ലേ? കർത്താവ് എത്രത്തോളം താഴുന്നു, നമ്മളോളം താഴും. പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. സ്വർഗം വേണ്ടെന്ന് വെച്ച് ഈ ഭൂമിയിൽ വരാൻ എടുത്ത താഴ്മയൊന്നും നമ്മൾ ആരോടും ചെയ്യുന്നില്ല. അത്രയും ചെയ്യാനും കർത്താവ് പറയുന്നില്ല. പക്ഷെ നമ്മുടെ കൂട്ടു സഹോദരന്മാരുടെ മുമ്പിൽ അല്പം ഒന്ന് താഴാൻ, അല്ലേ? ഒരാൾ ഒന്ന് പറയുമ്പോൾ എനിക്ക് 10 തിരിച്ചു പറയണം, അങ്ങനെ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമുക്ക് തയ്യാറായെങ്കിൽ അവിടെയാണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി. അതെ, ഇതൊക്കെയാണ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കാര്യങ്ങളാണ് ഒരു ലീഡർ ചെയ്യണം എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. പരസ്പര ബഹുമാനം. ഈ നമ്മുടെ ക്ലാസ്സിലുണ്ട്, എക്സാമിനൊക്കെ അറിയാം, ക്ലാസ്സിലൊരു രീതിയുണ്ട്, ഫ്രണ്ട് ബെഞ്ചേഴ്സും ബാക്ക് ബെഞ്ചേഴ്സും എന്ന് പറയും. ഈ ഫ്രണ്ടിലുള്ളവരെല്ലാവരും എപ്പോഴും ഉത്തരങ്ങൾ പറയും. ബാക്കിലുള്ളവർ എന്താ പറയുന്നത് നമുക്ക് അറിയത്തില്ല. കാരണം ഫ്രണ്ടിലുള്ളവരുടെ ഒച്ച കൂടുതലായിട്ടുണ്ട്, ബാക്കി ഒരു മുഴക്കം. എനിക്ക് തോന്നുന്നു എന്തോ പറയുന്ന ബാസും അല്ലേ, ഇങ്ങനെ ഒരു ബാസും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആരും പറയരുത്. ബാക്കി ഇതൊന്ന് പറയാമോ? നമ്മൾ എന്താ ചിന്തിച്ച് ഐക്യത വേണം. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരും, കാരണം എനിക്കറിയാം പ്രായമായവരാണ്. ഞാൻ ഇങ്ങനെ തന്നെ മരക്കുറ്റി പോലെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വരാം. അടുത്ത കാര്യം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മളൊരു കാര്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, നിങ്ങൾ ആരും വേറൊരു രീതിയിൽ ചിന്തിക്കരുത്. എന്നെ ഇപ്പൊ കർത്താവ് ഒരു നേതൃസ്ഥാനത്താക്കി, എന്റെ ടേം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് മാറി, ഇനി എനിക്ക് ഒരു ഉത്തരവാദിത്വം. അങ്ങനെയല്ല. നമുക്ക് മനസ്സിലായോ? നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടുന്നത് ഒരാള് നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം അല്ല, മറിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നായിരിക്കണം. എന്നെ കാണുന്ന മനുഷ്യരല്ല. എന്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നത് കർത്താവിന് എന്തുകൊണ്ടോ, അല്ലെ? നമ്മളെപ്പോഴും വേദപുസ്തകം പഠിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിന് എന്തുകൊണ്ടും ചെയ്യും. മനുഷ്യനെ കാണിക്കാനോ, അല്ലെങ്കിൽ മനുഷ്യന് ചിലപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇരുന്ന സമയത്ത് നമ്മളെ ഒത്തിരി ആൾക്കാരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണെങ്കിൽ ഇതെല്ലാം നമ്മൾ മറക്കാൻ തയ്യാറാണ്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് ഇതുപോലെ, അല്ലെ? കർത്താവ് പറയാണ്, ഇന്ന് ഞാൻ ഒരു തവണ ഏതെങ്കിലും നിന്ന് അവനെ പുറത്താക്കി, എന്റെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. അങ്ങനെയാണ്? അല്ല. യേശു കർത്താവ് പുറകെ നടന്ന് നമ്മളെ സ്നേഹിക്കുക. തന്റെ പുത്രനെ തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു. പുത്രനും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വീണ്ടും നമ്മെ ചേർക്കാൻ കർത്താവ് മടങ്ങി വരും. ഇതെല്ലാം കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ അഗാധമായ, അല്ലെങ്കിൽ മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, അവരെന്നെ എന്ത് ചിന്തിച്ചോട്ടെ എന്നല്ല, അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യുമോ ഒന്നും അങ്ങനെയല്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, അത് കർത്താവ് എന്നെ ഏത് സ്ഥാനത്താക്കിയാലും ഞാൻ നിലനിർത്തിക്കൊണ്ടു പോകും. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഒരിക്കലും ഞാൻ എന്റെ സമയത്ത് മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ദൈവസ്നേഹം കൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ തുടർന്നു പോവുക. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അത് അവസാനം വരെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ദൈവ സ്നേഹത്തിൽ നിന്ന് ഉള്ള
ഉണ്ടായിരിക്കണം. നമ്മുടേതായിട്ടുള്ള സ്വന്തം ഇഷ്ടം കൊണ്ടാണ് അത് നിന്നും പോകും. പക്ഷെ ദൈവം ആരംഭിച്ച പ്രവൃത്തിയാണ്, ദൈവം അത് പൂർത്തീകരിക്കും. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഒരു യൂദ ദൈവം അവനെ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ല, ദൈവം മറ്റൊരു യൂദയെ എഴുന്നേൽപ്പിച്ചു. നമ്മൾ നമ്മുടെ കാര്യം ചെയ്തില്ലെങ്കിൽ ദൈവം മറ്റൊരാളെ എഴുന്നേൽപ്പിക്കും. മോശം നമുക്ക് മാത്രം, കുറവ് നമുക്ക് മാത്രം. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏത് ചുമതലയും റെസ്പോൺസിബിലിറ്റി കൊണ്ടല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട്, അത് നിത്യമായ സ്നേഹം കൊണ്ട്, ആ ഒരു സ്നേഹത്തിൽ നിന്നായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഒരു കാര്യം ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്യരുത്. നമ്മൾ ഒരാളോട് ഒരു റിവെഞ്ച് എടുക്കുന്നത്, അല്ലെ, എന്താ ഞാൻ ചെയ്ത് കാണിച്ചേക്കാം, അങ്ങനെയുള്ള രീതിയിലൊന്നും, ഇത് കർത്താവിന്റെ വേലയാണ്. നമ്മൾ ദുരഭിമാനം കൊണ്ടോ ശാഠ്യം കൊണ്ടോ ഒന്നും ചെയ്യേണ്ടുന്ന ഒരു അഭിമാന പ്രശ്നമല്ല നമുക്കിത്. ഇത് ക്രിസ്തുവിന്റെ വേലയാണ്. മനുഷ്യാത്മാക്കളെ നേടുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന്, നമ്മൾ യൂദയിലൊക്കെ വായിക്കുന്ന ഇങ്ങനെ എന്തോ സംശയിക്കുന്നവരായ ചിലരോട് കാരണമാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന വലിയൊരു ശുശ്രൂഷയായത്. കൈ പൊള്ളും, നമുക്ക് അപകടം പറ്റും, വലിച്ചെടുക്കുന്ന ആൾക്ക് പൊള്ളലുകളുള്ള ആളായിരിക്കും, അവരെ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റണം. വളരെ വിലപ്പെട്ട ഒരു ശുശ്രൂഷ നമ്മൾ ദുരഭിമാനം കൊണ്ടോ ശാഠ്യം കൊണ്ടോ മറ്റൊരു വ്യക്തിയോടുള്ള ശത്രുത കൊണ്ടോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ദൈവവേല. ഇത് വളരെ ശ്രദ്ധയോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് ദൈവവേല എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, സത്യസന്ധതയോടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വേണം കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരുവനോട് ഒരുവൻ ശുശ്രൂഷ ചെയ്യട്ടെ. നമ്മൾ യേശു കർത്താവിന്റെ പാദം കഴുകൽ ശുശ്രൂഷ, അല്ലേ, കർത്താവ് ദാസനായിട്ട് ശുശ്രൂഷ ചെയ്തു. നമ്മൾ ഓർത്തേ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ ICPFന്റെ ഒരു ട്രെയിനിങ്, ഈ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ ഒരു ചിന്തയായിരുന്നു കർത്താവിന്റെ കരങ്ങളിലെ തോർത്താകുക, കർത്താവിന്റെ അരയിലെ തോർത്താകുക. കർത്താവ് താഴ്മ ധരിച്ച ശിഷ്യന്മാരുടെ കാല് കഴുകി. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് ആ അരയിലെ തോർത്ത്. ആരെങ്കിലും നോക്കുവോ? ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഒരാളുടെ അശുദ്ധമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും, നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ ഏറ്റവും അശുദ്ധമായിട്ടുള്ള ഭാഗം ഏതാണ്? ഈ കാല് കഴുകുക എന്ന് പറയുന്നത് കുറച്ച് നാണക്കേട് നമുക്ക് തോന്നും, അല്ലേ? പക്ഷെ ചില സമയത്ത് മറ്റാർക്കും കൊള്ളത്തില്ല, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഇത് ചേരുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ കർത്താവ് പറയുന്നത് നീ ആ ടവലാകാൻ തയ്യാറാണോ എന്നുള്ളതാണ്. പക്ഷെ ആ ടവലിന്റെ മൂല്യം ആരുടെ കയ്യിലായിരിക്കും? മറ്റാരുടെയും കയ്യില് തോർത്താകാനല്ല, ആരുടെയെങ്കിലും കയ്യിൽ ആരെങ്കിലും പറയുന്ന അനുസരിച്ച് ചെയ്യാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ടവലാകാം. അത് പാദം കഴുകുന്നതായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ കർത്താവിന്റെ കരങ്ങളിൽ എടുക്കപ്പെടുക എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യമല്ലേ? കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ശ്രേഷ്ഠതയായിട്ട് എന്താ ഉള്ളത്? അത് കർത്താവ് എന്നെ സെലക്ട് ചെയ്തത് വലിയൊരു ഭാഗ്യമല്ലേ? കർത്താവിന്റെ കരം കൊണ്ട് എന്നെ തൊടുക എന്ന് പറയുന്നത്, നമ്മൾ ആ കഴുതയുടെ കാര്യം, കഴുതയ്ക്ക് എന്താ യോഗ്യതയുള്ളത്? ഒന്നുമില്ല. കർത്താവ് സെലക്ട് ചെയ്തെന്നല്ലാതെ അതിന് യോഗ്യത പറയാൻ ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ പുള്ളികളാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ കർത്താവ് നമ്മളെ നോക്കി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തതല്ല, എന്താ യോഗ്യത നിനക്കുള്ളത്? ചില സമയത്ത് അന്യോന്യം നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ചിലപ്പോൾ പാത കഴുകാനായിരിക്കും, ചിലപ്പോൾ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ ചെയ്യണം. ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകുന്നുവെങ്കിൽ നിങ്ങൾ തമ്മിൽ കാല് കഴുകേണ്ടതാകുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ടവലിനെ കുറിച്ച് ആരും ഒന്നും പറയത്തില്ല, എവിടെയും പേരും പ്രശസ്തിയും ഫ്ലെക്സിലും ഒന്നും കാണത്തില്ല, വെറും ഒരു തോർത്ത. ഈ ശുശ്രൂഷ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണക്കാൻ അയ്യെ കൊണ്ട് ഇടും, ചിലപ്പോൾ ഒത്തിരി അഴുക്കായാൽ നമ്മൾ അതിനെ വീണ്ടും ഒന്നും ഉപയോഗിക്കത്തില്ല, ആരും അറിയത്തില്ല. ഒരു ടവലാകാൻ നമ്മൾ തയ്യാറാണോ? യേശുവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ടവലെങ്കിലും ആകാൻ. ഈ കർത്താവ് പാദം കഴുകിയ ശിഷ്യന്മാരാരായി? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ്. പക്ഷെ ഈ ടവലിനെ ആരും അറിഞ്ഞില്ല. ശിഷ്യന്മാരെ ലോകം അറിഞ്ഞു, ശിഷ്യന്മാരിൽ കൂടി അനേക ക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ അനേകരുടെ പാപങ്ങൾ
ക്രിസ്തുവിനായി ഒരു ജനറേഷനെ ഒരുക്കിയെടുക്കുന്ന കുറച്ച് മാതാക്കളായി സഹോദരങ്ങളായി നമുക്ക് തീരാൻ പറ്റും. ആരും അറിയണ്ട, ഒരു ടൈറ്റിലും വേണ്ട, ഒരിടത്തും പേര് വേണ്ട, പക്ഷെ ക്രിസ്തുവിന്റെ കയ്യിൽ ഒതുങ്ങപ്പെടുന്ന ഒരു തുവർത്തായി തീരാം. ഹല്ലേലൂയ. അതിനുശേഷം എന്ത് സംഭവിച്ചു അറിയത്തില്ല, അങ്ങനെ വേണ്ട, തുടക്കവുമില്ല അവസാനവുമില്ല. പക്ഷെ കർത്താവ് ഉപയോഗിക്കേണ്ട സമയത്ത് കർത്താവിന്റെ അരയിൽ കാണും. പോർത്തിനെ കർത്താവ് അന്വേഷിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഒതുങ്ങപ്പെടാൻ എനിക്ക് പറ്റത്തില്ല എന്നല്ല, എനിക്ക് കുറച്ചുകൂടി മേളിലോട്ട് വേണമെന്നല്ല. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ ഓർക്കണം, തോർത്തിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയ, അല്ലെ ഈ കഴുതയ്ക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയ, കഴുത എന്ത് പറയും? എന്റെ മേളിൽ കൂടെ എന്റെ മേളിൽ കയറിയ ഒരു രാജാവുണ്ട്, മറ്റ് കഴുതകളെല്ലാം എനിക്ക് ഇച്ചിരി വിശേഷതയുണ്ടെന്ന് കഴുത പറയും. സോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ, നമ്മുടെ പേരിന്റെ പ്രശസ്തിയുടെ പുറകിൽ ഓടിക്കഴിഞ്ഞാൽ താഴ്മ ധരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ കരങ്ങളിൽ ഒതുങ്ങപ്പെടുന്ന ഒരു തുവർത്തായി തീരാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അടുത്തതായിട്ട് ഞാൻ എന്നെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാം, ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ഈ പറയുന്ന ഞാൻ നാളെ നല്ല രീതിക്ക് ജീവിച്ചില്ലെങ്കിൽ, ഒരു യേശുവിന്റെ ശിഷ്യയായിട്ട് ജീവിച്ചില്ലെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവം എന്നെ വിധിക്കും. കേൾക്കുന്ന നിങ്ങളെ ഞാൻ തെറ്റിച്ചു പറയും. അതുകൊണ്ട് ഒരു ലീഡർ ആക്കി കർത്താവ് നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കുക. നമ്മുടെ ജീവിതം അതായി തീരണം. നമ്മൾ ഒന്നും പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം മറ്റൊന്നായി തീരരുത്. നമ്മൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ ക്രിസ്തുവിനെ പോലാകണം. അവൻ ഒന്ന് പറഞ്ഞ മറ്റൊന്ന് ചെയ്യുന്നവരായിട്ടല്ല, നമ്മൾ എന്തു പറഞ്ഞോ അതിൽ നടക്കാൻ നമ്മൾ തയ്യാറാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അടുത്തൊരു ഭാഗത്തിലേക്ക് പറയാണ്, നാം ചെയ്യുന്ന ഓരോന്നിനും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. ഈ ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാകും. നമ്മൾ ഈ ഒരു മീറ്റിങ്ങിന് ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണ്? അവര് പെട്ടെന്ന് എസ് പറയുന്ന എത്ര പേരുണ്ട്? ആദ്യം എല്ലാവരും ഞാൻ നോക്കാം, നോ, അല്ലേ? എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും നമ്മുടെ സാധാരണ ഒരു രീതിയാണ് നോ എന്ന് പറയാം, അല്ലേ? അത് അങ്ങനെയാണ് മനുഷ്യൻ, നമ്മളെല്ലാവരും അങ്ങനെ. നമ്മളൊന്ന് ചിന്തിക്കട്ടെ, കാര്യങ്ങൾ ചെയ്യട്ടെ. പക്ഷെ ചിലരുണ്ട് ഒരു സാഹചര്യം ഇല്ലെങ്കിലും വരും. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിച്ചതാണ്. കോളേജിൽ അസൈൻമെന്റ്സും പ്രോജക്ട്സും എക്സാംസും എല്ലാം അറിഞ്ഞും കേട്ടും വന്നവരാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ വരാൻ സമയമില്ല, അല്ലേ? ഒരു മാസം മുമ്പുള്ള എക്സാമിന് വേണ്ടി തലേ മാസമേ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്ക് ഒന്നും പോകാതിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സൊത്തിരി വേദനിക്കാറുണ്ട്, ഒത്തിരി ഭാരം തോന്നാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ കർത്താവേ ഞങ്ങളും വന്നത്, ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുമല്ലോ. പക്ഷെ കുഞ്ഞുങ്ങൾ പറയുന്ന എക്സ്ക്യൂസ് ആണ് മനസ്സിലാക്കിക്കൊണ്ടും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ പറയുന്ന എക്സ്ക്യൂസിന് ദൈവസന്നിധി കണക്ക് കൊടുക്കണം. നമ്മളൊന്ന് ചിന്തിച്ച്, നിങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് ഞാൻ വളരെ വേദനയോട് ഈ ഒരു കാര്യം നിങ്ങളോട് കൈമാറുന്നു. പല മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു കോളേജിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ ഒരു കൂട്ടായ്മയ്ക്ക് വിളിക്കുമ്പോൾ അവർ പറയും, വീട്ടിൽ നിന്ന് പറഞ്ഞ് പഠിക്കാൻ വിട്ടതാ, പഠിച്ചാൽ മതി, അല്ലേ? ഒരു ചെറിയ അവരുടെ ക്യാമ്പസിന് വേണ്ടി ഒരു അരമണിക്കൂർ, ആഴ്ചയിൽ ഒരു അരമണിക്കൂർ അവരുടെ ക്ലാസ്മേറ്റ്സ് വിശ്വാസികളായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സമയമില്ല. പഠിത്തത്തിന്റെ തിരക്ക്, എന്തോ തിരക്കാം. ആഴ്ചയിൽ ഒരു അരമണിക്കൂർ അവരുടെ ഫോണിന്റെ സമയമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ അവർക്ക് കർത്താവിന്റെ സന്നിധിയിൽ വെക്കാൻ ഇല്ലാത്ത രീതിയിൽ എന്ത് തിരക്കാം. ചിലപ്പോൾ മാതാപിതാക്കളായിട്ടുള്ള നിങ്ങളോട് അവരെക്കാൾ കുറച്ചുകൂടെ പ്രായത്തിൽ, ഇപ്പൊ പറഞ്ഞു പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് ഓണം കൂടുതൽ കഴിച്ച് ഞങ്ങളോട് അവർക്ക് കുറച്ച് എക്സ്ക്യൂസ് പറയാം. നമ്മൾ വിചാരിക്കും ശരിയാ തിരക്കല്ലേ, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സാക്ഷിയും ദൈവത്തിന് മുമ്പാകെ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല ഒരിക്കലും, ഒരു കാരണമാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, പല കാര്യത്തിലും നമ്മളെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നു, അല്ലെ? മറ്റു മനുഷ്യരോട് നമ്മൾ പല വിധത്തിൽ ന്യായങ്ങൾ പറയാറുണ്ടല്ലേ? മറ്റുള്ളവരെ നമുക്ക് കൺവിൻസ് ചെയ്യാം, പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇത്രയും അവർക്ക് ശരിയാ, പാവം, അല്ലെ? നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ നമ്മൾ മനസ്സാക്ഷി തൊട്ടൊന്ന് പറയാൻ പറ്റുമോ? കർത്താവിന്റെ മുമ്പിൽ, കർത്താവെ എനിക്കിത് പറ്റിയില്ല, എനിക്ക് സമയം കിട്ടിയില്ലെന്ന് പറയാൻ പറ്റാത്ത ഒരേ ഒരു സ്ഥലം
ദൈവസന്നിധിയിൽ. കർത്താവ് നമുക്ക് അവസരങ്ങൾ സാഹചര്യങ്ങൾ തരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്കെല്ലാം ദൈവസന്നിധി ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കടന്നു പോകും. ഞാൻ ലീഡറിനെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റിനെ കുറിച്ച് മാത്രമാണ്. തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അടുത്തതായിട്ട് ഒരു കാര്യം, ചില സമയത്ത് മുൻപിൽ നിന്ന് നയിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളൊരു നല്ല ലീഡർ ആണെങ്കിൽ പിറകിൽ നിൽക്കുന്ന പലതിനെയും മുൻപിൽ എത്തിക്കാനും നമുക്ക് പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ അവിടെ ഒന്നും കാണത്തില്ല, ഒരു പരിസരത്തും കാണത്തില്ല. പക്ഷെ പുറകിൽ നിൽക്കുന്ന പലതിനെയും, മടിച്ചു നിൽക്കുന്ന പലതിനെയും മുന്നിൽ എത്തിക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ ഞാൻ മാത്രം ഫ്രണ്ടിൽ നിന്നാൽ മതി എന്നൊരു ചിന്തയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സ്നേഹമില്ല, മറ്റുള്ളവർ വളരുന്നില്ല, അല്ലേ? ശരീരത്തിന് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ അവയവങ്ങളും ഒരുമിച്ച് വളരാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇന്ന ഫുഡ് ഇന്ന അവയവത്തിന്, അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന ശരീരത്തിന് മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മാത്രം വളർന്നത് കൊണ്ട് ശരീരമാകുന്ന സഭ വളരുന്നു. നമ്മളത് മനസ്സിലാക്കണം. ഞാൻ പുഷ്ടി വെച്ചും ആരോഗ്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ അതിനൊപ്പം ഒരു ചെറിയ അവയവമായിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലെ വിരലായിട്ട് ആ കർത്താവിനെ ഈ സഭയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നത് മൊത്തം ഈ ചെറിയ വിരലിന് വേണ്ടി മാത്രമാണ്, ഇത് മാത്രം വലുതായിരിക്കും. അതൊരു അഭംഗിയല്ലേ? മുളച്ചു നിൽക്കും. ഒരു ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തുല്യമായി വളർച്ച പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ പൂർണ്ണത ദൈവസഭയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, പുറകിൽ നിൽക്കുന്ന, പിന്മാറ്റത്തിൽ നിൽക്കുന്ന പലതിനെയും മുന്നിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. എത്രയും നേരം നമ്മൾ സംസാരിച്ച എന്തൊക്കെയായിരുന്നു? കേട്ടില്ല മോനെ? അല്ല, ബ്രേക്കിന് ശേഷം ശാഠ്യത്താലോ ദുരഭിമാനത്തോലോ ഒന്നും ചെയ്യരുത്. നമ്മൾ ഒരുവൻ ശുശ്രൂഷ ചെയ്യണം. ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഒതുങ്ങപ്പെടുന്ന ഒരു പാത്രമായി നമ്മൾ തീരണം. നമ്മൾ സംസാരിക്കുന്ന എന്തോ അതിൽ തന്നെ നമ്മൾ ജീവിക്കണം, സൂക്ഷിച്ച് ജീവിക്കുക. ചിലതിനെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരാളായി നമ്മൾ തീരുക. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കുഴിച്ചിട്ട ഉപമയുണ്ട് അല്ലേ? ഒരു നാണയം കുഴിച്ചിട്ട ഉപമ. നമ്മൾ എപ്പോഴും കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ആരും അവസരങ്ങൾ തന്നാൽ ഞാൻ ചെയ്യാം. പിള്ളേരുടെ ഭാഷയിൽ ഞാനത് മിന്നി ചെയ്യണം. പിള്ളേരങ്ങനെ പറയുന്നത്. ഈ കുറച്ച് ഭാഷകളൊക്കെ നിങ്ങൾ പറയണേ. പിള്ളേരെന്താ വീട്ടിൽ സംസാരിക്കുന്നത് മനസ്സിലാവണ്ടേ? കുറച്ചൊക്കെ ഭാഷകൾ മനസ്സിലാക്കണം. ഇപ്പം ഞാനങ്ങ് മിന്നി ചെയ്യണമെന്നൊക്കെ പിള്ളേർ പറയും. ശരിക്കും ഓർത്തേ, നമുക്ക് അവസരങ്ങൾ കിട്ടാഞ്ഞിട്ടാണോ? ഉള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല, കുഴിച്ചിട്ടിട്ടേക്കുവാ. കർത്താവ് നിനക്ക് ഞാൻ തന്നു, അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ വേറൊരാളുടെ അവസരമാണ് ഈ ചോദിക്കും. നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ മറ്റു പലരെയും കണ്ടിട്ട് അവരെ പോലെ എനിക്കാകണമെന്ന് പറയുക. പക്ഷെ കർത്താവ് നിന്റെ കയ്യിലുള്ള താലന്ത് എന്താ, അതിനെ കുറിച്ചിട്ട് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക്. കർത്താവ് പറയുന്നത് നിന്റെ താലന്ത് നീ ഉപയോഗിക്കും. നീ ആ താലന്ത് ഉപയോഗിച്ചാൽ ഞാൻ നിനക്ക് വേറെയും തരും. അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലാണ് താലന്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ആദ്യം നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊണ്ട് തരത്തില്ല. ഇന്ന് നമ്മളെ അവസരം എന്ന് പറഞ്ഞ് തരത്തില്ല. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ നമ്മളെ എവിടെയാക്കിയാലും അവിടെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും നമ്മുടെ ശുശ്രൂഷകളിലേക്ക് കൊണ്ടുവരുന്നത്. വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും അത്യാവശ്യം. അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, കർത്താവ് നമ്മളെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ അതൊരിക്കലും ഒരു എന്താ പറയുന്നത്, കുറച്ച് സമയം കൊണ്ട് തീർന്നു പോകാതിരിക്കാൻ ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ്. രണ്ടാമതായിട്ട് നമുക്കൊരു വിഷൻ വേണം, ഒരു ദർശനം, ആത്മീക ദർശനമുള്ളവരെ തീരണം. ഇത് വളരെ പ്രധാനപ്പെട്ടത്. നമ്മുടെ പല കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ നിന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആത്മീക ദർശനമില്ല അല്ലേ? നമ്മൾ ഞാനിപ്പോൾ ക്ലാസ് എടുത്തു, കർത്താവ് സഹായിച്ചാൽ കുറച്ച് പേര് കുറച്ച് തീരുമാനം എടുത്തുകൊണ്ട് വീട്ടിൽ പോകും അല്ലേ? ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേർ ഫുള്ള് അലപ്പ, അവന്മാരോട് രണ്ടെണ്ണം ദേഷ്യപ്പെട്ട് രണ്ട് തല്ലി കൊടുത്തു കഴിഞ്ഞ് ഇന്നത്തെ മൂടങ്ങ് നാളെ തൊട്ട് വീണ്ടും നന്നായിക്കോളാം അല്ലേ? പ്രാർത്ഥിക്കാൻ തീരുമാനം എടുത്തു, കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനം എടുത്ത് നടക്കത്തില്ല.
ഇതെന്താണെന്നറിയാം, നമുക്ക് വ്യക്തമായിട്ടുള്ള ആത്മീയ ദർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചാഞ്ഞ മതില്, അല്ലെ, ആടുന്ന വേലി, ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ആടി പോകുന്നതിന്റെ കാരണം നമുക്ക് വ്യക്തമായ ആത്മീക ദർശനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് ഒരു വ്യക്തമായിട്ടുള്ള ആത്മീക ദർശനത്തിലേക്ക് എന്നെ നയിക്കണം. ഈ പൗലോസ് ഗലാത്യ സഭയിലേക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഓടുന്നത് വ്യർത്ഥമായി തീരരുത്. ഞാൻ ഓടുന്നത് വ്യർത്ഥമായി തീരാതിരിക്കാൻ ഒരു ദർശനം പ്രാപിച്ചത്രേ ഞാൻ ഓടുന്നത്. ആ വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഒരു ദർശനം പ്രാപിച്ചു. വെറുതെ അല്ല പൗലോസ് ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത്, വെറുതെ അല്ല പൗലോസ് ഓരോ വ്യക്തികളെ കണ്ടുമുട്ടി അവരോട് സുവിശേഷം പറയുന്നത്. ഒരു ദർശനം പ്രാപിച്ചത്രേ. ഈ ദർശനം പ്രാപിച്ചവന് വെറുതെ മിണ്ടാതെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാണുന്ന ദർശനത്തോട് പ്രതികരിച്ചേ പറ്റുള്ളൂ. ഈ ദർശനമാണ് പൗലോസിനെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് പോയി സഭ സ്ഥാപിക്കാനും അവർക്ക് വേണ്ടി വീണ്ടും ലേഖനങ്ങൾ എഴുതാനും പൗലോസിനെ സഹായിച്ചത് ദൈവം അവനെ പകർന്ന ദർശനങ്ങളായിരുന്നു. ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ദർശനം പ്രാപിച്ച പൗലോസ് ആളുകളോട് വ്യക്തിപരമായ സുവിശേഷം പറയും. നമ്മൾ എപ്പോഴും ഓർക്കുന്നത് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്നതാണ് വലിയ, അങ്ങനെയല്ല. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരുടെ ശുശ്രൂഷ ഇവിടെ കഴിഞ്ഞു. പക്ഷെ ഈ സ്റ്റേജിന് മുമ്പിൽ ഓഡിയൻസ് വരണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വർക്കുണ്ട്, അല്ലെ? ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതല്ല ശുശ്രൂഷ, അവിടെ ആളുകളെ കൊണ്ടുവരുന്നതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി ആളുകളെ ഒരുക്കിയെടുക്കുന്നതാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ മെസ്സേജ് വരണമെന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അങ്ങ് പോകും. പക്ഷെ ഇനി ബാക്കി പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഹല്ലേലൂയ. ഒരു ദർശനമുള്ളവരായി തീരണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അയൽപക്കക്കാരോട് ഈ ദർശനം കൈമാറുന്നവരായി തീരണം. നമ്മൾ അവരോട് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ഒരു ദർശനം, പേഴ്സണൽ ഇവാഞ്ചലിസം. ഈ ഗലാത്യ ലേഖനത്തിൽ അത് തന്നെ പറഞ്ഞു. ദർശനം പ്രാപിച്ച പൗലോസ് ഓടുന്നത് വ്യക്തിപരമായി വ്യക്തികളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ അല്ല. അവരെ ക്രിസ്തുവിനായിട്ട് നേടേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് പൗലോസ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഓടിയതോ വൃഥാവായി തീരരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ എന്തിനാ ഓടുന്നത്? വിശ്വാസികളാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാ ദൈവസഭയിൽ കടന്നു വരുന്നത്? നമ്മൾ ഓടിയത് ഇപ്പോഴെല്ലാം ചെയ്യും. നമ്മൾ വിശ്വാസികളാണ്, ദൈവസഭയിൽ വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു, ഞായറാഴ്ച മീറ്റിങ്ങുകളെല്ലാം വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തിനാ? ഒരു കൊറോണ ഇനി വന്ന, അല്ലെ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾ ഉണ്ടാവും. നമ്മുടെ തലമുറകൾ നമ്മളോടൊപ്പം ദൈവസന്നിധിയിൽ കാണും. ഹല്ലേലൂയ. ഇപ്പോ ഒരു അവസരത്തിൽ ഇവിടെ ദൈവദാസന്മാരാരും നിങ്ങളെ നിർബന്ധിക്കാനില്ല, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ നിർബന്ധിക്കാനില്ല ദൈവസഭയിൽ വരാൻ. അവരിവിടെ വരുമോ? അവർക്ക് ആ ദർശനമുണ്ടോ? ഒരു ദർശനം പ്രാപിച്ചാണോ നമ്മൾ ഓടുന്നത്? അങ്ങനെ ഒരു ദർശനം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വഴിയിൽ വീണ് പോകും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ ഓടുന്നത് വെറുതെ ആയി തീരരുത്, ഞാൻ ഓടിയത് വെറുതെ ആയി തീരരുത്. വർഷങ്ങളുടെ പാരമ്പര്യം നമുക്ക് പറയാനുണ്ട്, അല്ലെ? 10, 20, 30, 40, 50 വർഷത്തെ പാരമ്പര്യം. ചിലപ്പോൾ പെന്തക്കോസ്തിന്റെ 3-ാം തലമുറ 4-ാം തലമുറ ഒക്കെ നമ്മുടെ വീട്ടിലാണ്. പക്ഷെ എന്തിനാ ഒരു ദർശനം പ്രാപിക്കാതെ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ തീർന്നു. ദൈവത്തോടുള്ള ഭക്തി, ദൈവം എനിക്കൊന്നും ചെയ്തു തന്നില്ല, ഈ പ്രശ്നം എനിക്ക് മാറ്റി തന്നില്ല, പിറുപിറുപ്പും അസൂയയും എല്ലാം നമ്മുടെ ലൈഫിൽ വരും, അല്ലേ? എന്തിയ ദർശനങ്ങൾ എവിടെ പോയി? നമുക്ക് പഴയ കാലങ്ങളിൽ കിട്ടിയ ദർശനങ്ങൾ എന്തിയും? നമ്മുടെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയല്ല കാണേണ്ടത്, എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ പറ്റുമോ? കർത്താവേ, അങ്ങ് എനിക്ക് തന്ന കൃപാവരങ്ങൾ എവിടെ? എനിക്ക് തന്ന ദർശനങ്ങൾ. പല വ്യക്തികളോടും സുവിശേഷം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് കർത്താവ് തന്ന വെളിപ്പാടുകളും ദർശനങ്ങളുമായിരുന്നു. എന്തിയ കൃപാവരണങ്ങൾ ഇടയ്ക്ക് ഞാൻ നഷ്ടപ്പെടുത്തിയോ? കർത്താവെ, എന്റെ ആ കരുതിരികളൊന്ന് മുറിച്ചു കളയണം. ഒരു ദർശനം പ്രാപിച്ചു ഞാൻ ഓടുക. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഒരു ഇന്ധനം എനിക്ക് തരണം. ഞാൻ ഓടിയത് വെറുതെ ആയി തീരരുത്, ഞാൻ ഇന്ന് ഓടുന്നത് വെറുതെ ആയി തീരരുത്. ഹല്ലേലൂയ. ഒരു ദർശനം പ്രാപിച്ച് മനുഷ്യാത്മാക്കളുടെ രക്ഷിക്കുവേണ്ടി ദർശനം അത് മാത്രമായിരിക്കണം. നമ്മുടെ ദൈവസഭയിൽ മനുഷ്യാത്മാക്കൾ വരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. ആ ഒരു ദർശനം പ്രാപിക്കാൻ നമുക്ക് പറ്റും.
ഹല്ലേലൂയ. ഈ ദർശനം പ്രാപിച്ച് നമ്മൾ ഓടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെയും ഒരു ആള് നല്ലൊരു കാര്യം ചെയ്താൽ അവരെ അപ്രിസിയേഷൻ ചെയ്യണം, അല്ലെ? നീ നന്നായി ചെയ്തു, ആത്മാർത്ഥമായി പറയണം. മാറി നിന്ന് അവരെ കുറിച്ച് മോശം സംസാരിക്കാതെ, അല്ലെങ്കിൽ മനസ്സിൽ ഓക്കെ ഞാൻ ഇന്ന സമയത്ത് ചെയ്തതിനേക്കാൾ അവൾ നന്നായിട്ട് ചെയ്തു, അപ്പം അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, അല്ലേ? ശരീരത്തിന്റെ അവയവമാണ്, എന്റെ മറ്റേ അവയവം നന്നായിട്ട് ചെയ്താലേ ഇത് നല്ലതാകുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്ന് പറയണം, നീ നന്നായി ചെയ്തു. എന്തെങ്കിലും തിരുത്തപ്പെടാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സൗമ്യതയോടെ പറയുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവര് വളരണം. മറ്റുള്ളവരെ അഭിനന്ദിക്കുവാനും മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനും നമുക്ക് പറ്റണം. ഹല്ലേലൂയ. ഇനി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരു ലീഡർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തിയറിറ്റിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിചാരിച്ചു. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട് കുറച്ച് സമയം കൂടെ ഉള്ളൂ നമ്മുടെ സെഷൻ. ഞാനത് ചോദിക്കട്ടെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ കുറേ തിയറി പറഞ്ഞിട്ട് കാര്യമില്ല. സഭയിലെ വിശ്വാസികളാണ്, ഒരു കുടുംബത്തിലെ അമ്മയാണ്, അല്ലെങ്കിൽ ഒരു സഹോദരിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അത് അറിയാനാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു കുടുംബത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു ദർശനം പ്രാപിച്ചാണ് നമ്മൾ ഓടാൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? കല്യാണത്തിനൊക്കെ മൗനം സമൂഹം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇങ്ങനെ പഠിക്കുവാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരുത്താൻ പറ്റും. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബത്തെ ക്രിസ്തുവിൽ നമുക്ക് വളർത്തണം, സഭയെ വളർത്തണം. ആരും ഓപ്പർച്യൂണിറ്റി തന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? എന്തോ നമ്മൾ ചെയ്യും. പ്രാർത്ഥിക്കാൻ പറ്റും. അടുത്തത് കുഞ്ഞുങ്ങളെ ഉപദേശിക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് തരുമ്പോൾ ഇത് എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണമെന്ന് കൂടെ അറിയണമല്ലോ, അല്ലേ? നമ്മൾ കുക്കറി ഷോ കണ്ടിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ ടേസ്റ്റ് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. എങ്ങനെ? ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ മനസ്സിൽ കർത്താവിന് വേണ്ടി ചെയ്യണം, എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അതില്ലെങ്കിൽ മീറ്റിങ്ങിനോട് കാര്യമില്ല. നമ്മളൊരു മീറ്റിങ്ങിന് വന്നു പോയി അങ്ങനെ ആവരുത്. എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ മീറ്റിങ്ങുകളില്ല. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനകളുണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്, നമുക്ക് തിരക്കുകളുണ്ട്, അല്പസമയം കുഞ്ഞുങ്ങളോടൊത്ത് ദൈവപാതകത്തിലിരിക്കണം. പലപ്പോഴും ഞങ്ങൾ കേൾക്കാറുള്ള മറ്റൊരു കാര്യമാണ്, ഈ കുടുംബ പ്രാർത്ഥന പലപ്പോഴും ഒരു ആചാരമായി തീരാറുള്ളത്, അല്ലേ? നമ്മുടെ നോർമലി കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? പിള്ളേരാരെങ്കിലും ഒരു സങ്കീർത്തനം വായിക്കുന്നു, ഒരു പാട്ട് പാടുന്നു, വീട്ടിലെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ പ്രാർത്ഥിക്കുന്നു, തീർന്നു. പിള്ളേർ ഏതൊക്കെയോ ലോകത്താണ്. ചിലപ്പം അവിടെ ഇരുന്ന് അവർ ഉറങ്ങിയിട്ടുണ്ടാവും. എത്ര നേരം കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാത്തവരും പ്രാർത്ഥനയാകുമ്പോൾ അവർ സുഖമായിട്ട് ഉറങ്ങും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്, അപ്പൊ അല്ലെങ്കിൽ തീരെ വയ്യ, ക്ഷീണം, എന്തൊക്കെ കാര്യങ്ങളല്ലേ. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ കുറച്ച് സമയം കർത്താവിന് വേണ്ടി നമ്മൾ വ്യക്തിപരമായിട്ട് കൊടുക്കണം. ഉണർവ് നമ്മളിലാണ് ആരംഭിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? നമ്മുടെ ദേശത്തിന് ഉണർവിന് വേണ്ടി, സഭയുടെ ഉണർവിന് വേണ്ടി, ദേശത്തിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരുതിന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ചില കരുതിരികളൊക്കെ വെട്ടി ദർശനം പ്രാപിക്കാൻ ദൈവസന്നിധി നമ്മൾ മുഴങ്കാൽ മടങ്ങണം. ദൈവവചനം നമ്മൾ പഠിക്കണം. ഞങ്ങളിപ്പോ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വചനം എടുത്ത് ധ്യാനിക്കണം. വ്യക്തിപരമായത് വെറുതെ വായിച്ചു വിടേണ്ടുന്ന ഒന്നല്ല വേദപുസ്തകം. അത് ധ്യാനിച്ച് അതിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അത് കൊണ്ടുവരേണ്ടുന്നവരാണ് നമ്മൾ. നമ്മുടെ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞുങ്ങളുള്ളപ്പോൾ തന്നെ, ഞാൻ പ്രത്യേകം പറയുന്നു, ഞങ്ങൾ വീട്ടിൽ അങ്ങനെ കണ്ടു വളർന്നവരായതുകൊണ്ട് അതിന്റെ വില നന്നായിട്ട് അറിയാം. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനെയും അമ്മയും കണ്ടു വളർന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മുമ്പാകെ, ഞാനൊരു സാക്ഷ്യമായിട്ട് പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ മുൻപാകെ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളിൽ ബിസി ആയിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലികളെല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അവരുള്ളപ്പോൾ തന്നെ
ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന 5-10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. സമയങ്ങളെ വേർതിരിച്ച് ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും വചനം നിങ്ങൾ ധ്യാനിക്കുന്നതും ഞാൻ വായിക്കുന്ന കാര്യമല്ല. വചനം ധ്യാനിക്കുന്നതും നമ്മൾ ചെയ്ത് കാണിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി എന്തോ വ്യത്യാസമുണ്ട്. ഇതങ്ങനെ പ്രാർത്ഥിച്ച് കളയേണ്ടെന്ന്, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം ഒതുങ്ങപ്പെടുന്ന കുടുംബ പ്രാർത്ഥനകളിൽ മാത്രം തീരുന്ന ഒരു ആചാരമല്ല. ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയും സമയം ഇതിന് കൊടുക്കണമെങ്കിൽ ഇതിനൊരു പ്രത്യേകതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഉണർവിന് വേണ്ടി നമ്മൾ തയ്യാറാകുമോ? എന്നിലൊരു ഉണർവിന് വേണ്ടി. കർത്താവേ, അന്ത്യകാലമാണ്. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എടുക്കപ്പെടുമോ കർത്താവിന്റെ വരെ? ഞാൻ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുന്നുണ്ട്, സഭയിലുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, ഞാൻ എടുക്കപ്പെടുമോ? ആ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്പസമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണർവ് എന്നെ തുടങ്ങണം. ഈ നമ്മൾ വചനം പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയാം? നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഇപ്പൊ പാസ്റ്ററുകള് ആശംസ പറഞ്ഞപ്പോൾ മിക്കവാറും സഹോദരന്മാരെല്ലാം ആത്മീയമായി തണുത്തൊരവസ്ഥയിലാണ് ദൈവസഭയിൽ വരുന്നത്, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഉണർവുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ പഠിച്ച ദൈവവചനം കുഞ്ഞുങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനകളിൽ പറഞ്ഞു കൊടുക്കണം. കുടുംബ പ്രാർത്ഥനകൾ ആചാരങ്ങളായി തീരരുത്. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടത്തോടെ പറയട്ടെ, നമ്മുടെ പല കുഞ്ഞുങ്ങളും ദൈവസഭയിൽ ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ട് പറയും, അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ദൈവസഭയിൽ ഇരിക്കുന്നത്. മാതാപിതാക്കൾ വിളിച്ചതുകൊണ്ട്, പാസ്റ്റർ നിർബന്ധിച്ചതുകൊണ്ട് ഒത്തിരി സംശയങ്ങളുമായി. ദൈവം ഉണ്ടോ? ഈ ദൈവം ഉണ്ടെങ്കിൽ ഏത് ദൈവമാ സത്യം? പല ഒത്തിരി പ്രശ്നങ്ങളോടെയാണ് കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ ഇരിക്കുന്നത്. അവരീ പറയുന്ന പ്രസംഗങ്ങളൊന്നും അവരുടെ തലയുടെ മീതെ കൂടെ പോകുന്നു, അവരുടെ മനസ്സിലൊന്നും കയറുന്നില്ല. പക്ഷെ ഒരു സഹായകത്തിൽ ഒരു ദൈവദാസന് പിള്ളേർക്ക് മാത്രമായി സന്ദേശം കൊടുക്കാൻ പറ്റത്തില്ല. ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാ പ്രായത്തിലുള്ളവരിയ്ക്കുമ്പോൾ എല്ലാവർക്കുള്ള സന്ദേശമേ ദേവദാസന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ കർത്താവ് നമ്മളെ ഒരു കുടുംബത്താക്കിയതിന്റെ ഉദ്ദേശം ആ കുഞ്ഞുങ്ങളിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന സൺഡേ സ്കൂളല്ല. സൺഡേ സ്കൂളും പലപ്പോഴും അവരുടെ തലയ്ക്കകത്ത് കുറച്ച് അറിവുകൾ മാത്രമായിട്ടാണ് തീരുന്നത്. ഒരു പരീക്ഷ കഴിയുമ്പോൾ ഇവർ മറന്നുപോകും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പഠിച്ച ദൈവവചനം അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എത്ര സമയം എടുത്തല്ലേ നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ അവരെ പറയുന്നത്? നീ പഠിക്കും. എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയും വേദപുസ്തകം പഠിക്കണം, പഠിക്കാൻ, ഞാൻ വായിക്കാൻ വേദപുസ്തകം പഠിക്കാൻ എത്ര മാതാപിതാക്കൾ അവരെ ഉത്സാഹിപ്പിക്കും. നമ്മൾ പഠിച്ചിട്ട് കുടുംബ പ്രാർത്ഥനകളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾ പഠിപ്പിക്കും, യേശുക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷതകളെ കുറിച്ചുള്ള അവരെ പഠിപ്പിക്കും. ഹല്ലേലൂയ. 1 പറയുമ്പോൾ തിരിച്ച് 10 പറയുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറിക്കോളും. അവർ സ്കൂളിൽ പോയി മറ്റു കുഞ്ഞുങ്ങളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കോളും. നമ്മളെപ്പോഴും കർത്താവിനോട് പറയാം, അവന്റെ സ്വഭാവം മാനനെ, അവളുടെ സ്വഭാവം മാനനെ, കുഞ്ഞിനെ രൂപാന്തരപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കും, നിന്നെ കുടുംബത്തിലാക്കിയതിന്റെ ഉദ്ദേശം മറ്റൊന്നാ, നിന്നിലൂടെ മാറ്റം ഉണ്ടാവണം. കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞു തിരുത്താൻ, കുഞ്ഞുങ്ങളെ മാറ്റാൻ ഒറ്റ മാർഗം അത് വേദപുസ്തകമാണ്. പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത് പരിശുദ്ധാത്മ അഭിഷേകം വെളിപ്പെടണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കൃപാവര പ്രാപ്തരാകണം. കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉള്ളത് അവർ മറ്റൊരു മീറ്റിംഗിൽ പോയിട്ടാകരുത്. നമ്മുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മുടെ തൊട്ടയൽവക്കത്തുള്ളവർ ഈ അഭിഷേകം കാണണം. ഇവരുടെ കുഞ്ഞുങ്ങളിൽ ഒരു മാറ്റം, ആ വീട്ടിലെ സഹോദരിയിൽ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഈ ദൈവവചനത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ഒരു പ്രവാചകൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. മാനസാന്തരം നമ്മളിൽ ഉണ്ടാകണം. അത് ദിനംതോറും ഉണ്ടാകണം. ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്നതാകണം. നമ്മുടെ കുടുംബങ്ങളുടെ മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങനെ വചനം ധ്യാനിക്കുന്ന, അങ്ങനെ വചനം പഠിക്കുന്ന, അങ്ങനെ വചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന എന്നെ അങ്ങനെ ആക്കി തീർക്കണമേ. എന്റെ കുടുംബത്തെ എന്റെ യേശു അത് നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. വേദപുസ്തകം അവര് വായിക്കണം. ഹല്ലേലൂയ. അതൊരു കണ്ണാടി. അവരുടെ തെറ്റവർ മനസ്സിലാക്കണം. അവരുടെ തെറ്റല്ല, നമ്മുടെ തെറ്റും. ഓരോ ദിവസവും ദൈവവചനം എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എത്രമാത്രം കുറവ് എന്നിലുണ്ട് കർത്താവേ, എത്രമാത്രം ഞാൻ ശരിയാകപ്പെടാനുണ്ട്. ഹല്ലേലൂയ. ഇതേ ഒരു രീതി നമ്മുടെ ദൈവസഭകളിൽ കൊണ്ടുവരണം. സ്ത്രീകൾ ഒരുമിച്ച് വരുമ്പോൾ പ്രാർത്ഥനകൾ വെറും ചടങ്ങുകളായി തീരുന്നത്. വേദപുസ്തകം പഠിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ വേദപുസ്തകം നന്നായിട്ട് മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റും. അതിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമാണ്. അവർക്ക് വേണ്ടി കർത്താവ് നമ്മളെ ദൈവസഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ഇറക്കി പറഞ്ഞോട്ടെ, നമ്മൾ പലരുടെയും കുറ്റങ്ങളൊക്കെ വിളിച്ചു പറയുന്ന അതേ നാളുകൂടി ദൈവവചനം എടുക്കുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ടോ?
അത് എത്രയോ സമയങ്ങളല്ലേ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത സമയങ്ങളല്ലേ, മറ്റുള്ളവരെ കുറിച്ച് വിമർശനങ്ങൾ പറഞ്ഞ് എത്രയോ സമയങ്ങൾ കളയുന്നു. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നിലൊരു മാനസാദ്രമാഴമായ ഒരു കഴുകൽ എന്റെ കരുതലുകളെ കുറിച്ച് മാറ്റുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവസഭയിൽ ഒരു മാറ്റം ഉണ്ടാവണം, എന്നിലൊരു മാറ്റം ഉണ്ടാവണം. ഇത് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്? അവസാനത്തെ ഒരു ചിന്തയിലേക്ക് വരും, എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ക്രിസ്തു എന്ന തലയോളം വളരപ്പെടണം. നമ്മുടെ സഭ മറ്റൊരാളണം, വളരണം. നമ്മുടെ സഭ വളരണം. ഞാൻ ആളുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, ഉള്ള വിശ്വാസികൾ. എന്താ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഇനി പാല് കുടിക്കേണ്ടത് ശിശുക്കൾ അല്ല. എപ്പോഴും പാല് മാത്രം കുടിക്കാതെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ ക്രിസ്തു എന്ന പ്രായത്തിനോളം എത്തണം. ക്രിസ്തു എന്ന തലയോളം നമ്മുടെ സഭകൾ വളരപ്പെടണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മളിലുള്ള മാറ്റം, ചിലർക്കൊരു മാറ്റം ഉണ്ടാക്കണം. അവർക്കൊരു മാറ്റം ഉണ്ടായല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. സഭയിലുള്ളവർ മാറണം. ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ, ഈ ബൈബിൾ സ്റ്റഡി നമ്മൾ വീടുകളിൽ നമ്മൾ വചനം ധ്യാനിക്കുന്നതോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ മറ്റൊരു ആശയം കൂടെ നിങ്ങളിലേക്ക് കൈമാറും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ഒത്തിരി ആഗ്രഹമാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് മറ്റാരുടെയും കുറ്റങ്ങൾ പറയരുത്. അതെ, നമ്മുടെ സഭയിലുള്ളവരെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ആരാധനകൾ, സഭായോഗമുള്ള സഭയുടെ മുമ്പിൽ വരവുകൾ കഴിഞ്ഞതിന് ശേഷം അവരുടെ മുമ്പിൽ വെച്ച് ആരുടെയും കുറ്റങ്ങൾ പറയരുത്. ഹല്ലേലൂയ. നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെറിയ തരുന്നൊരു ടിപ്പാണ്. പലപ്പോഴും ഞങ്ങൾ ചെയ്യാൻ ചെയ്യുന്ന ചില ടിപ്പുകളാണ്. ചില സമയം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോകും. അങ്ങനെ ആരെങ്കിലും മറന്നു പോകാറുണ്ട്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെ മറക്കണം. അവിടെ ഞാനില്ല, സെൽഫിഷ് ആകരുത്. ഞാൻ, എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ ചുറ്റുപാടല്ല. കർത്താവിന്റെ പ്രാർത്ഥന അങ്ങനല്ല. മഹാപൗരോഹിത്യ പ്രാർത്ഥന മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടിയാ കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, അല്ലേ? ക്രിസ്തുവിന് വേണ്ടിയല്ല ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, ഇവർക്ക് വേണ്ടി. ഇവര് പാപത്തിലാണ് ജീവിക്കുന്നതെന്നും ശത്രു ഇവരെ തുടരുന്നെന്നും ഓർത്ത് അപ്പനോട് പ്രാർത്ഥിക്കുക. ഇന്ന് കർത്താവ് ചെയ്യുന്ന കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, നമ്മളെ ഓർത്ത് ചങ്ക കൂട്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ചങ്ക കൂട്ടി പ്രാർത്ഥിക്കും. പക്ഷപാതം ചെയ്യുക, അവരോട് ക്ഷമിക്കണം, അവരോട് ക്ഷമിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളത് കേൾക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മുടെ സഭയിലെ വിശ്വാസികളെ ഓർത്ത്, രക്ഷിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്തും ഇവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ, തലമുറകൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ദൈവസഭകളിൽ നിന്ന് മാറണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമ്മൾ മറ്റുള്ളവരുടെ ആത്മഭാരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര സമയം നമ്മളൊന്ന് നോക്കണം, എത്ര സമയം നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഒത്തിരി ഭാരത്തോടെ ഈ കാര്യം പറയുന്നത്. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നത് കണ്ട് അവരോട് കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് കൈമാറുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. അവരെ താഴ്ന്ന പരിശോധനയിൽ വിന്നറാക്കാനും ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ. അവരെ ദൈവവചനം പഠിപ്പിക്കും, പാട്ടുകൾ പഠിപ്പിക്കും. ഈ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഒന്നും ഒരർത്ഥവും മനസ്സിലാക്കുന്നില്ല. അവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുന്നത് നമ്മുടെ ഭവനത്തിൽ നിന്നായിരിക്കണം. നമ്മുടെ ദൈവസഭയിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ഉപസിക്ക് പ്രാർത്ഥിക്കുമല്ലേ? മറ്റൊരാൾക്ക് വേണ്ടി ഉപസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അയാൾ അറിയാതെ, അയാളോട് പറയാതെ മറ്റൊരാളുടെ വിഷയത്തിന് വേണ്ടി നമുക്ക് അതേ കണ്ണീരൊഴുക്കാൻ പറ്റും. ഒരാൾ പിന്മാറ്റത്തിലായിട്ടുള്ള ആൾക്ക് വേണ്ടി കുറ്റങ്ങൾ പറയാതെ, കുറവശങ്ങൾ ആരോടും പറയാതെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവസഭയിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഇത് കുഞ്ഞുങ്ങൾക്കില്ല. കുഞ്ഞുങ്ങൾ കേൾക്കേണ്ടത് ഇതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നത്. നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ അവർ കാണണം. അവർക്ക് മനസ്സിലാകും, ഞാനല്ല പ്രധാനം, മറ്റുള്ളവരാണ്. ഹല്ലേലൂയ. ക്രിസ്തു എന്നെ സ്നേഹിച്ചത് ഞാൻ സ്വാർത്ഥനായി തീരാനല്ല. ഈ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കപ്പെടേണ്ടതാണ്. ഇത് പകരപ്പെടേണ്ടുന്ന സ്നേഹമാണ് മനസ്സിലാകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മളൊരു സഭയുടെ പശ്ചാത്തലത്തിലേക്ക് നിൽക്കുമ്പോൾ ഇത് ഒത്തിരി ഡിഫിക്കൽട്ടാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളൊന്നും നമുക്കിത് പറ്റത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ ശിക്ഷിക്കും, അല്ലെ? ഇപ്പം
ഇപ്പോൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് നമ്മുടെ ഒരു മകനോ മോളോ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടി അവൻ തെറ്റിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വീട്ടിൽ വന്ന് വഴക്ക് പറയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ ദൈവമേ അവന് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലേ. പക്ഷെ മറ്റൊരാളുടെ കുറിച്ച് തെറ്റിച്ചാലും നമ്മൾ ചിരിച്ചു തള്ളു അല്ലേ. അവർക്കൊരു കഴിവ് കുറവാണ് നമ്മൾ ചിരിച്ച്. പക്ഷെ മറ്റൊരു വ്യക്തിയെ കർത്താവെ ആ മോനോട് ആ മോളോട് കരുണ തോന്നണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, എൻ്റെ മോന് വേണ്ടി, എൻ്റെ മോൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നു, ചിരിച്ചു തള്ളാതെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിൽ റിവൈവൽ ഉണ്ടാവണം, ഉണർവുകൾ സംഭവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ ആത്മാവുള്ളവരായി തീരണം. അവർ എവിടുന്ന് അത് കാണുന്നത്? വീട്ടിൽ. നമ്മൾ ഓരോരുത്തരും സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നവരായി തീരണം. പറയുന്ന സുവിശേഷ പ്രകാരം വീട്ടിൽ ജീവിക്കുന്നവരായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുവിശേഷം പറയേണ്ടുന്ന ഒന്നാണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് പാസ്റ്റർമാര് കവലകളിൽ പരസ്യയോഗങ്ങൾ നടത്തുമ്പോഴല്ല, കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ കാണണം. ഹല്ലേലൂയ. അവര് സുവിശേഷത്തിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും സുവിശേഷം പറയാൻ ബാധ്യതയുള്ളവരാണ്. എനിക്കറിയത്തില്ല, നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ജീവിക്കാൻ പറ്റും വിശുദ്ധിയോടെ വേർപാടോടെ. ഒരു നല്ല ലീഡറായി തീരാൻ പറ്റും. കർത്താവെ, ഉണർവ് എന്നിൽ തുടങ്ങണം. ഒരു നല്ല ലീഡറായിട്ട് എനിക്ക് തീരണം. എന്നെ ആക്കിയിരിക്കുന്ന കുടുംബത്തിൽ, എന്നെ ആക്കിയിരിക്കുന്ന സമൂഹത്തിൽ, എന്നെ ആക്കിയിരിക്കുന്ന സഭയിൽ കർത്താവിന് വേണ്ടി നല്ലൊരു ലീഡറായിട്ട് എനിക്ക് തീരണം. കർത്താവ് എന്നെ എവിടെ ആക്കിയിരിക്കുന്നോ, ഏത് രീതിയിൽ ആക്കിയിരിക്കുന്നോ, എനിക്കൊരു ദർശനത്തെ കർത്താവ് തരണം. ഞാൻ ഓടിയത് വെറുതെ ആയി തീരരുത്, ഞാൻ ഓടുന്നത് വെറുതെ ആയി തീരരുത്. അല്പസമയം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കിക്കൊള്ളു. കർത്താവെ, ഞാൻ ഓടിയത് വെറുതെ ആയി തീരരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. ഹല്ലേലൂയ. ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാതെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആരോടൊക്കെ മനസ്സിൽ എന്തെങ്കിലും വിഷമവും ഭാരവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ, നമുക്ക് വർഷങ്ങളായിട്ടുള്ള ചില ദേഷ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ കരുതികളൊക്കെ മുറിച്ച് കളയാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ ഒരു മാനസാന്തരം ഉണ്ടാകാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 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 ഈ കരുതിനെ മുറിച്ച് കളയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്താമോ? കർത്താവെ, ഞാൻ എങ്ങനെയാണ്? ഞാൻ ദൈവസന്നിധിയിൽ എന്താ കർത്താവെ? എന്നെ ഒന്ന് കാണിച്ചു തരണം. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു കർത്താവെ. അടിയങ്ങളെ കാണിച്ചു തരണം യേശുപ്പച്ച. ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്? ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്നതിന് തടസ്സമായിട്ട് എന്റെ ജീവിതത്തിൽ എന്താ ഉള്ളത്? എന്നെ ഒരു കുടുംബത്തിലാക്കിയിരിക്കുമ്പോ, എന്നെ ഒരു സഭയിലാക്കിയിരിക്കുമ്പോ, എന്നെ ഒരു സമൂഹത്തിലാക്കിയിരിക്കുമ്പോ, കർത്താവിനെ അറിയാത്ത ഒത്തിരി പേരുള്ളപ്പോ, എന്റെ യേശുപ്പച്ച, എനിക്ക് എന്റെ റോള് മനസ്സിലാവണം. ആര് നിർബന്ധിച്ചാലും നിർബന്ധിച്ചില്ലെങ്കിലും കർത്താവിന്റെ വേല എനിക്ക് ചെയ്യണം. അതാരും കാണിക്കാനല്ല, അതിനാരും മാർക്കിടാനുമല്ല, യേശുവിന് വേണ്ടി ജീവിപ്പാൻ. ഹല്ലേലൂയ. ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ തയ്യാറാകട്ടെ. ഉണർവ് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നമ്മുടെ ഉള്ളത്തിൽ കർത്താവെ ഉണർവരായിരിക്കണം യേശുപ്പച്ച. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വഴിതെറ്റി പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മഭാരത്തോട് ഞാൻ പറയട്ടെ, ഒരു 25 വയസ്സിന് താഴെയുള്ളവർ ആരെയും മീറ്റിംഗിൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കാം. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടായ്മകളിൽ നിറയണം. ആരും നിർബന്ധിക്കാതെ അവരിവിടെ വരണം. ക്രിസ്തുവിന് വേണ്ടി അവർ നിൽക്കണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മളൊക്കെ മരണം വഴി ലോകത്തിൽ നിന്ന് എഴുന്നേൽക്കപ്പെട്ടാലും കർത്താവിന് വേണ്ടി ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും. ഉണർവ് നമ്മുടെ കുടുംബങ്ങളിൽ ആരംഭിച്ചേ പറ്റുള്ളൂ. നമ്മളിൽ ആരംഭിച്ചേ പറ്റുള്ളൂ. ഒരു വലിയ ശുദ്ധീകരണം